ചരിത്രഭൂമിയിലൂടെ എന്ന ഈ സീരിയലിൻ്റെ 5-ാം ഭാഗത്ത് നാം ചർച്ച ചെയ്യുന്നത് ഓണാട്ടുകരയിലെ കൊട്ടാരങ്ങളെ പറ്റിയാണ്. കൊട്ടാരങ്ങളെ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ആരും വാളെടുക്കരുത്. അത് മാടമ്പിത്തത്തെയോ അല്ലെങ്കിൽ നാടുവാഴിത്തത്തെയോ അല്ലെങ്കിൽ യാഥാസ്ഥിതിത്വത്തെയോ ഒന്നും തന്നെ ഉയർത്തിപ്പിടിക്കാനോ ഗ്ലോറിഫൈ ചെയ്യാനോ ഉള്ള ഒരു ശ്രമമല്ല, മറിച്ച് നമ്മുടെ പൈതൃകം, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ സംസ്കാരം, നമ്മൾ കടന്നു വന്ന വഴികൾ, ഇതൊക്കെ അറിയാനുള്ള ഒരു ചരിത്രാന്വേഷിയുടെ, ഒരു സത്യാന്വേഷിയുടെ വഴി മാത്രമാണെന്ന് ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, കൊട്ടാരങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മൈസൂർ കൊട്ടാരത്തിൻ്റെ ചിത്രമാണ്, അല്ലെങ്കിൽ ടിപ്പുവിൻ്റെ കൊട്ടാരത്തിൻ്റെ ചിത്രമാണ്, അല്ലെങ്കിൽ മുഗളന്മാരുടെ കൊട്ടാരത്തിൻ്റെ ചിത്രമാണ്, അല്ലെങ്കിൽ ഹിന്ദി തമിഴ് സിനിമകളിൽ നമ്മൾ കാണുന്ന പ്രൗഢഗംഭീരമായിട്ടുള്ള ആർഭാട സമന്വിതമായിട്ടുള്ള ആ കൊട്ടാരത്തിൻ്റെ ചിത്രമാണ്. പക്ഷെ അങ്ങനെയുള്ള കൊട്ടാരം ഓണാട്ടുകരയിൽ ഉണ്ട് എന്ന് പറയാൻ പറ്റുകയില്ല. കൊട്ടാരം എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ, അങ്ങനെ സങ്കല്പിക്കുന്നത് പോലെ ഹിന്ദി സിനിമയിലെ കൊട്ടാരങ്ങളോ അല്ലെങ്കിൽ തമിഴ് സിനിമയിലെ കൊട്ടാരങ്ങളോ ആർഭാടപൂർണമായിട്ടുള്ള കൊട്ടാരങ്ങളോ അലങ്കാരപൂർണമായിട്ടുള്ള കൊട്ടാരങ്ങളോ അല്ല എന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെയുള്ള കൊട്ടാരങ്ങളൊന്നും തന്നെ നമ്മൾ ഓണാട്ടുകരയിൽ കാണാൻ കഴിയില്ല. കൂടി വന്നാൽ 8 കെട്ട് അല്ലെങ്കിൽ 16 കെട്ട്. ഇതാണ് നമ്മുടെ കൊട്ടാരത്തിൻ്റെ മാതൃക. രാജാക്കന്മാരെ പോലെ തന്നെ ലളിത മനോഹരമായിരുന്നു. കേരളീയ വാസ്തുശില്പകലയുടെ ഒരു പ്രതീകമായിരുന്നു നമ്മുടെ കൊട്ടാരങ്ങൾ എന്ന് പറയാം. ഓണാട്ടുകരയെ സംബന്ധിച്ചിടത്തോളം ആദ്യം നമ്മൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് തുടങ്ങാം. കരുനാഗപ്പള്ളിയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് മരുതൂർ കുളങ്ങരയാണ്. മരുതൂർ കുളങ്ങരയിലോ അല്ലെങ്കിൽ കരുനാഗപ്പള്ളിയിലോ ഒന്നും തന്നെ, അവരൊക്കെ നാട്ടുരാജാക്കന്മാരായിരുന്നു, ദേശവാഴികളായിരുന്നു. പക്ഷേ അവിടെ എങ്ങും തന്നെ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഒന്നും തന്നെ കാണാനില്ലാത്തതുകൊണ്ട് നേരെ ഒരു കാലത്തെ ഇരവിപ്പട്ടണം എന്ന് പോയിക്കൊണ്ടിരുന്ന കായംകുളം എന്ന് പറയുന്ന മർമ്മപ്രധാനമായ സ്ഥലത്തേക്ക് വരാം. കായംകുളത്താണ് ഇന്നലെ നമ്മുടെ രാജഭരണത്തിൻ്റെ പ്രതീകമായിട്ട് തലയുയർത്തി നിൽക്കുന്ന കൃഷ്ണപുരം കൊട്ടാരമുള്ളത്. കൃഷ്ണപുരം കൊട്ടാരത്തെ പറ്റി ഞാൻ ഒട്ടും തന്നെ വിസ്തരിക്കുന്നില്ല, കാരണം അത് ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ കൃഷ്ണപുരം കൊട്ടാരം എന്ന് പറയുന്നത് ഓണാട്ടുകര കൊട്ടാരങ്ങളുടെ ഒക്കെ തന്നെ മകുടമണിയായിട്ട് വിലസുന്ന, പ്രശോഭിക്കുന്ന കൊട്ടാരമാണ്. അത് പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ ഡിറ്റോയാണ്, ഒരു ചെറിയ പതിപ്പാണ് എന്നുള്ള കാര്യത്തിനും യാതൊരു സംശയവുമില്ല. പിന്നെ ഉള്ളത് ബ്രഹ്മപുരം കൊട്ടാരം എന്നറിയപ്പെടുന്ന എരുവയിലെ കൊട്ടാരമാണ്. അത് കൊട്ടാരമാണോ അന്തഃപുരമാണോ എന്നുള്ള കാര്യത്തിൽ ചരിത്രകാരന്മാർ തർക്കമുണ്ട്. ഏതായാലും കല്ലോട് കല്ല് ശേഷിക്കാത്ത വിധം അത് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അദ്ദേഹം കുളം തോണ്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബ്രഹ്മപുരം കൊട്ടാരം എന്നൊക്കെ ഇങ്ങനെ പറയാം എന്നല്ലാതെ കൊട്ടാരത്തിൻ്റെ യാതൊരു അവശിഷ്ടവും നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ കായംകുളവുമായിട്ട് ബന്ധപ്പെട്ട, കായംകുളത്തിൽ നിന്ന് കൂറുമാറിയ, കായംകുളൻ രാജാവിനെ ശത്രുവായി കണ്ട ഒരാളുടെ കൊട്ടാരം അടുത്ത് തന്നെയുണ്ട്, കായംകുളത്തുണ്ട്. കായംകുളത്തിന് അല്പം വടക്കു പടിഞ്ഞാറ് മാറി കീരിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ കൊട്ടാരം ഉണ്ടായിരുന്നു. അത് വല്യത്തന്മാരുടെ കൊട്ടാരമാണ്. വട്ടപ്പറമ്പിൽ കൊട്ടാരം എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ വട്ടപ്പറമ്പിൽ തറവാടെന്നോ കോട്ടയ്ക്കകം കൊട്ടാരമെന്നോ അകത്തൂട്ട് കൊട്ടാരമെന്നോ ഒക്കെയാണ് അത് വിളിക്കപ്പെട്ടിരുന്നത്. ഇതൊരു കഥയാണ്. ഇന്ന് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കൊട്ടാരം കാണാൻ കഴിയുന്നില്ല. ഈ ഒരു 2 പതിറ്റാണ്ടിന് മുമ്പാണ്, അടുത്ത കാലത്താണ് 2 പതിറ്റാണ്ടിന് മുമ്പാണ് ആ കൊട്ടാരം എല്ലാം തകർന്ന് നാമാവിശേഷമായി തീർന്നത്. എന്തിനാണ് അവശേഷിച്ചിരുന്നത്? പല്ലക്ക് പോലും തന്നെ സാമൂഹ്യ ദ്രോഹികളായിട്ടുള്ള ആളുകൾ അടിച്ച് തകർക്കുക ഉണ്ടായി. ഇന്ന് നമ്മളെ അവിടെ സ്വാഗതം ചെയ്യുന്നത് ആ വലിയ 8 കെട്ടിലും അതിൻ്റെ ചാവടിക്ക് ഇടയ്ക്ക് പഴയ കാലത്തെ അയവിറക്കിക്കൊണ്ട്, ഡച്ചുകാരുടെ യുദ്ധതന്ത്രങ്ങളെയൊക്കെ അയവിറക്കിക്കൊണ്ട് അവരുടേതായ ഒരു പീരങ്കി
നമ്മൾ UK-യിലും മറ്റുമൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു പീരങ്കി മാത്രമാണ് നമ്മളെ ഇന്ന് സ്വാഗതം ചെയ്യുന്നത്. ഈ വല്യത്താന്മാരുടെ, വട്ടപ്പറമ്പിൽ വല്യത്താന്മാരുടെ കഥ നമുക്ക് കായംകുളം ചരിത്രത്തിൽ നിന്ന്, ഓണാട്ടുകര ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുകയില്ല. അപ്പൊ ആ കഥ പറയേണ്ടതുണ്ട്. കഥ വളരെ വിശദമായിട്ടൊന്നുമല്ല, സൂചന മാത്രമായിട്ട് പറയേണ്ടതുണ്ട്. കോന്നിയിൽ നിന്നൊരു കുടുംബം എത്തുകയാണ്. ആ കുടുംബത്തിലെ നായകനായിട്ടുള്ള ആൾ വളരെ ധീരനായിരുന്നു, താൻ പോരുമയുള്ള ആളായിരുന്നു, ആയുധാഭ്യാസിയായിരുന്നു. അവര് കോന്നിയിൽ നിന്ന് വന്ന് നേരെ പുതിയിടം എന്ന് പറയുന്ന സ്ഥലത്ത്, കായംകുളത്ത് ഇപ്പോഴുണ്ട് ആ പുതിയിടം, വളരെ കണ്ണായ സ്ഥലമാണ് പുതിയിടം എന്ന് പറയുന്നത്. ആ പുതിയിടം എന്ന് പറയുന്ന സ്ഥലത്ത് അവർ താമസിച്ചു. അതിൽ ധീരനായിട്ടുള്ള, തൻ്റെടിയായിട്ടുള്ള ആ നായകൻ, ഗൃഹനായകൻ, അദ്ദേഹം കായംകുളം രാജാവിനെ ചെന്ന് മുഖം കാണിച്ചു. അങ്ങനെ സൈന്യത്തിൽ ഒരംഗമായി തീർന്നു. ഏതാനും വർഷം കൊണ്ട് സൈന്യാധിപനായി അദ്ദേഹം തീർന്നു. പിന്നീട് നമ്മൾ അറിയുന്നത് അദ്ദേഹമാണോ, അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ മനുഷ്യനാണോ ആ ചെറുപ്പക്കാരൻ. അദ്ദേഹം സൈന്യാധിപനായിരുന്നു. ഈ കായംകുളം രാജാവുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു. രാജാവിനെ വിരുദ്ധനായിട്ട് കണ്ടു. രാജാവുമായിട്ട് ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയാത്ത വിധം ശത്രുവായി കണ്ട ഈ ഉണ്ണിത്താൻ എന്നുള്ള ആ പദവി, ആ ഒരു സ്ഥാനം കൊടുത്തത് കായംകുളം രാജാവാണെന്ന് പറയാം. ആ ഉണ്ണിത്താൻ കുടുംബ സമേതം മറ്റ് അനുചരന്മാരും ഒക്കെ ആയിട്ട് നേരെ കീരിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. അവർ പുതിയിടം വിട്ട് കീരിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. കീരിക്കാട് എന്ന് പറയുന്ന ഇന്ന് നമ്മൾ കാണുന്ന വളരെ നഗരത്തിൻ്റെ ഒരു ഗന്ധമുള്ള ആ കീരിക്കാടല്ല, മറിച്ച് അത് ആ പേര് സൂചിപ്പിക്കാവുന്ന ഒരു കാട് തന്നെയായിരുന്നു, ഒരു കാട്ടുപ്രദേശം തന്നെയായിരുന്നു. പക്ഷെ ആ കാട്ടുപ്രദേശമെല്ലാം തന്നെ വെട്ടിത്തെളിച്ച് അവിടെ ഏതാനും വർഷങ്ങൾ കൊണ്ട് ഗംഭീരമായ ഒരു കൊട്ടാരം പണിതു. ഒരു വലിയൊരു തറവാട് പണിതു. ചുറ്റും കിടങ്ങുകളൊക്കെ ഉണ്ടാക്കി. മാത്രമല്ല വലിയ മൺകോട്ടകൾ തീർത്തു. അവിടെ കളരി ക്ഷേത്രം ഉണ്ടായി, കാവുണ്ടായി, പൂജയുണ്ടായി. അങ്ങനെ ഒരു നാട്ടുപ്രമാണിയായിട്ട്, ഒരു മാടമ്പിയായിട്ട്, അല്ലെങ്കിൽ ഒരു നാടുവാഴിയായിട്ട് ഈ വട്ടപ്പറമ്പിൽ ഉണ്ണിത്താൻ തീരുകയാണ് ചെയ്യുന്നത്. ഒടുവിൽ ഈ രാജാവ്, മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കായംകുളം ആക്രമിക്കുന്ന വേളയിൽ വേണാട് സൈന്യത്തിന്റെ ഭാഗമായിട്ട് തീർന്നു. ആ വേണാട്ട് അധിപൻ ആയിരുന്ന മാർത്താണ്ഡവർമ്മ മരിച്ചുപോയ ഏറ്റവും ഒടുവിലത്തെ ഉണ്ണിത്താൻ്റെ വിവരം ചെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് അവരെല്ലാം വല്യത്താന്മാരായി തീർന്നത്. ആ കഥ പറയാം. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വട്ടപ്പറമ്പിൽ തറവാട് അതിന്നുമുണ്ട്. അവിടുത്തെ പ്രായം ചെന്ന അല്ലെങ്കിൽ കാരണവത്തികളായിട്ടുള്ള ആ സ്ത്രീകളെ എല്ലാം ഇന്നും വിളിക്കുന്നത് വല്യമ്മമാർ എന്നാണ്. അവിടുത്തെ ആണുങ്ങളെല്ലാം തന്നെ വിളിക്കുന്നത് വല്യത്താന്മാർ എന്നാണ്. അവരെ ഉണ്ണിത്താന്മാരായിരുന്നിരിക്കണം. ഇപ്പൊ ഉണ്ണിത്താൻ എന്നുള്ളതോ വല്യത്താൻ എന്നുള്ളതോ അല്ലെങ്കിൽ കൈമൾ എന്നുള്ളതോ മേനാക്കൈമൾ എന്നുള്ളതോ ഓടാക്കൈമൾ എന്നുള്ളതോ താങ്കൾ എന്നൊക്കെ ഉള്ള ഒരു പദപ്രയോഗങ്ങളൊക്കെ ഈ ഓണാട്ടുകരയിലുണ്ട്. അതെല്ലാം തന്നെ രാജാക്കന്മാർ നൽകിയ, കായംകുളം രാജാക്കന്മാർ നൽകിയ വിശേഷണങ്ങൾ, സ്ഥാനമാനങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഈ വട്ടപ്പറമ്പിൽ തറവാട്ടിലെ പെണ്ണുങ്ങളെ അവർ വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആ പെണ്ണുങ്ങളെ, കാരണവത്തികളായിട്ടുള്ള പെണ്ണുങ്ങളെ വല്യമ്മമാർ എന്ന് പറഞ്ഞു. അതുപോലെ മറ്റുള്ളവർ ആണുങ്ങളെ എല്ലാം തന്നെ ഉണ്ണിത്താൻ എന്നുള്ള ആ സ്ഥാനം മാറ്റി വല്യത്താൻ ആക്കി. വല്യത്താൻ ആക്കിയ ആ കാര്യം ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. അതിനു മുമ്പ് വല്യമ്മ എന്നുള്ള സ്ഥാനം എങ്ങനെ കിട്ടി? ഇത് രണ്ട് രാജാക്കന്മാർ കൊടുത്തതാണ്. വല്യമ്മ സ്ഥാനം എന്ന് പറയുന്ന ആ പദവി കൊടുത്തത് കാർത്തിക തിരുനാൾ ബാലരാമവർമ്മ തമ്പുരാനാണ്. കാർത്തിക തിരുനാൾ ബാലരാമവർമ്മ എന്ന തമ്പുരാൻ എന്ന് പറയുന്ന മാർത്താണ്ഡവർമ്മയുടെ അടുത്ത പിൻഗാമിയാണ്, അദ്ദേഹത്തിന് അനന്തരവനാണ് എന്ന് പറയാം. ഇവിടെയൊക്കെ ഒരു കഥയുണ്ട്. ആ കഥയൊന്നും വിശദമായിട്ട് പറയാൻ നേരമില്ല. ഈ കാർത്തിക തിരുനാളിൻ്റെ അച്ഛൻ കിളിമാനൂർ കോയിത്തമ്പുരാനായിരുന്നു, അമ്മ പാർവതിഭായി ആയിരുന്നു. ഈ കിളിമാനൂർ കോയിത്തമ്പുരാനെ 8 വീട്ടിൽ പിള്ളമാരിൽ ഒരാൾ, കഴക്കൂട്ടത്ത് പിള്ളയാകാം എന്ന് സംശയിക്കുന്നു.
അപ്പോൾ കഴക്കൂട്ടത്ത് വെച്ച് തന്നെ വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെ അമ്മയായ പാർവതിഭായിയും പുത്രനായ ബാലരാമവർമ്മയും അഭയം പ്രാപിച്ച് ആറ്റിങ്ങലിൽ കഴക്കൂട്ടത്ത് നിന്നും അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് അഭയം പ്രാപിച്ച് ഹരിപ്പാട്ട് കരിപ്പാലിൽ എന്നൊക്കെ അറിയപ്പെടുന്ന ആ കരിമ്പാലിൽ കൊട്ടാരത്തിലാണ്. ആ കരിമ്പാലിൽ കൊട്ടാരം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ഒരു സൗകര്യത്തിന് പറയുകയാണ്, വല്യത്താന്മാരുടെ ആയിട്ട് ബന്ധമുള്ള വല്യത്താന്മാരുടെ അധീനതയിലുണ്ടായിരുന്ന ഒരു കൊട്ടാരമാണ്. അപ്പൊ അവരുടെ അനുമതിയോടുകൂടി തന്നെ ഈ പാർവതിഭായിയായും കുഞ്ഞായിരുന്ന ബാലരാമവർമ്മയെ അവിടെ താമസിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നിട്ട് ഒരു ദിവസം ഇവര് ഈ പാർവതിഭായി ഇവിടുത്തെ കാരണവത്തിയായിട്ടുള്ള സ്ത്രീയെ വിളിക്കുകയാണ്. ഇവിടം വരെ വരണം, ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ വട്ടപ്പറമ്പിലെ കാരണവത്തിയായിട്ടുള്ള സ്ത്രീയെ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഇന്ന് തന്നെ ചിലപ്പോൾ അറിയാൻ പറ്റുകയില്ല, ഈ 8 വീട് പിള്ളമാരെ ആക്രമിക്കാൻ ഇടയുണ്ട്, അതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണം, എന്നെയും മകനെയും രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ അതിന് യാതൊരു വിഷമവും ഇല്ല എന്ന് പറഞ്ഞ് പിന്നെ വഞ്ചിപ്പുഴ രാജാവ്, വഞ്ചിപ്പുഴ തമ്പുരാന്റെ, ചെങ്ങന്നൂർ വഞ്ചിപ്പുഴ തമ്പുരാന്റെ സഹായത്തോടെ രക്ഷപ്പെടുത്തിയ കഥ ഐതിഹ്യമാലയിലെ കൊട്ടാരത്തെ ശങ്കുണ്ണി സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ വട്ടപ്പറമ്പിൽ വല്യമ്മ തന്നെ, അന്ന് വല്യമ്മയല്ല, ഈ സ്ത്രീ, ആ കാരണവത്തി, അവര് രാജ്ഞിയായിട്ടും ഈ രാജ്ഞിയെയും മകനെയും തോഴിയെയും മകനുമായിട്ടും ഒക്കെ തന്നെ വേഷം മാറ്റി വേഷപ്രച്ഛന്നരാക്കിയിട്ട് ഇങ്ങനെ പല്ലക്കിലേറി പോകുന്ന വേളയിൽ 8 വീട്ടു പിള്ളമാരെ ആക്രമിക്കുകയും അവർ കല്ലെറിയുകയും ഒക്കെ ചെയ്ത് അവരടുത്ത് വന്നപ്പോഴത്തേക്ക് വഞ്ചിപ്പുഴ തമ്പുരാന്റെ ഭടന്മാർ വന്ന് അവരെയൊക്കെ തുരത്തിയ കഥ ഒക്കെ തന്നെ കൊട്ടാരത്ത് ശങ്കുണ്ണി സൂചിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇവരുടെ യുക്തി ഉണ്ട്, ഇവരുടെ ബുദ്ധി ഉണ്ട്. ആരുടെ ബുദ്ധി? ഈ വട്ടപ്പറമ്പിൽ വല്യമ്മമാരുടെ ബുദ്ധിയുണ്ട്. ആ വല്യമ്മയുടെ ബുദ്ധി കൊണ്ട് ഇവർക്ക് പാർവതിഭായിക്കും മകനും ബാലരാമവർമ്മയ്ക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കഥ. അപ്പോൾ അവിടെ കൊണ്ട് വല്യമ്മ എന്നുള്ള സ്ഥാനം കിട്ടിയില്ല. വല്യമ്മ എന്ന സ്ഥാനം ഇന്നും അവിടുത്തെ കാരണവത്തികളായിട്ടുള്ള പ്രായം കൂടുതലായിട്ടുള്ള സ്ത്രീകളെ വല്യമ്മ എന്നാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ ഈ സ്ഥാനം കിട്ടിയത് എൻ്റെ മറ്റൊരു കഥയാണ്. ഒരിക്കലൊരു ദരിദ്രനായ ബ്രാഹ്മണൻ പയ്യനായിട്ടുള്ള ഈ ബാലരാമവർമ്മയെ സമീപിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മകളുടെ കല്യാണമാണ്, അവൾക്ക് കല്യാണത്തിന് ഒന്നും കൊടുക്കാനില്ല, എനിക്ക് എന്നെ നിന്ന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ വളരെ ദയാലുവായ ദാനധർമ്മിയായിട്ടുള്ള ബാലരാമവർമ്മ പറഞ്ഞു, സഹായിക്കാം, തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാം, എന്താ വേണ്ടത്, എത്ര പണമാണ് കൊടുക്കേണ്ടത്, സ്ത്രീധനമായിട്ട് എത്ര, വേളിപ്പണമായിട്ട് എത്ര പണമാണ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ 9000 പണം എന്ന് പറഞ്ഞു. അത് തരാം, നാളെ തരാം എന്ന് ഈ ബാലരാമവർമ്മ എന്ന് പറയുന്ന പയ്യൻ പറഞ്ഞു എന്നും അതിനുശേഷം ഈ വട്ടപ്പറമ്പിൽ വല്യമ്മ വിളിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്നാണ് ഈ 9000 പണം ഒക്കെ കൊടുത്ത് ഈ വൃദ്ധനായ ബ്രാഹ്മണനെ ഒക്കെ തന്നെ പറഞ്ഞയക്കുന്നത്. അത് കണ്ടപ്പോൾ ഇയാളുടെ ഈ രാജകുമാരന്റെ ഒക്കെ തന്നെ കണ്ണു നിറഞ്ഞു പോയി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അമ്മയല്ല, നിങ്ങൾ എൻ്റെ വല്യമ്മയാണ്. ഇന്നു മുതൽ നിങ്ങളുടെ തറവാട്ടിലെ ഏറ്റവും മൂത്ത സ്ത്രീകളെ എല്ലാവരും വിളിക്കാൻ പോകുന്നത് വല്യമ്മമാർ എന്നാണ്. ഇതൊരു സ്ഥാനമാണ്. അങ്ങനെ കാർത്തിക തിരുനാൾ സന്തോഷത്തോടുകൂടി നൽകിയ ഒരു അധികാരമെന്നോ സ്ഥാനമെന്നോ പദവിയെന്നോ ഒക്കെ പറയാവുന്ന ഒന്നാണ് വട്ടപ്പറമ്പിൽ വല്യമ്മ എന്നുള്ള സ്ഥാനം. വല്യമ്മ എന്നുള്ള സ്ഥാനം. ഇനി വല്യത്താൻ ആയത് ഉണ്ണിത്താനായിരുന്നു എന്നാ പറയപ്പെടുന്നത്. നമുക്ക് 100% ശരിയാണോ എന്നറിയില്ല. എന്തായാലും ഉണ്ണിത്താനെ വല്യത്താൻ ആക്കിയത് അത് മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ മാർത്താണ്ഡവർമ്മ കായംകുളം രാജ്യം ആക്രമിക്കുന്നു. കായംകുളം രാജ്യം ആക്രമിക്കുന്ന സമയത്ത് വേണാട് സൈന്യത്തോടൊപ്പം മാർത്താണ്ഡവർമ്മയോടൊപ്പം നിൽക്കുകയാണ് അന്നത്തെ ഉണ്ണിത്താൻ. ഏറ്റവും ഇളയ ധീരനായിട്ടുള്ള, തൻ്റെടിയായിട്ടുള്ള, യുദ്ധാഭ്യാസിയായിട്ടുള്ള ആ ഉണ്ണിത്താൻ മരണപ്പെട്ടുപോയി. മരണവിവരം ചെന്നറിയിക്കുന്ന രാജാവ് തന്നെ മാർത്താണ്ഡവർമ്മയാണ്. തകർന്നു വീണ ആ അമ്മയോട്, ആ വല്യമ്മയോട് പറഞ്ഞു, ഇനിയും മുതൽ നിങ്ങളുടെ മക്കൾ ഒക്കെ അറിയപ്പെടുന്നു, ഇവിടുത്തെ വീട്ടുകാരെല്ലാം അറിയപ്പെടുന്നു ഉണ്ണിത്താന്മാരായിട്ടല്ല, വല്യത്താന്മാരായിട്ടാണ്. തീർച്ചയായിട്ടും
ആ വല്യത്താൻ പദവി ഇന്നും തുടരുകയാണ്. വളരെ പ്രശസ്തനായിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള ബിഷഗ്വരൻ ഡോക്ടർ MS വല്യത്താന്, അതുപോലെ ആർട്ടിസ്റ്റ് വല്യത്താൻ, നല്ല ഗംഭീര ചിത്രകാരനാണ് ആർട്ടിസ്റ്റ് വല്യത്താൻ തുടങ്ങി ഒരുപാട് പ്രഗത്ഭമതികളായിട്ടുള്ള പ്രതിഭാശാലികളായിട്ടുള്ള ആളുകൾ ഈ വല്യത്താൻ കുടുംബത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇന്ന് നമ്മൾ ഈ വട്ടപ്പറമ്പിൽ തറവാട്ടിൽ കയറുന്ന അഥവാ അകത്തൂട്ട് കൊട്ടാരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കൊട്ടാരം ഒന്നും കാണാൻ കഴിയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 2 പതിറ്റാണ്ടിന് മുമ്പോ മറ്റോ ആണ് ആ കൊട്ടാരം കാറ്റത്തോ മറ്റോ കാലപ്പഴക്കത്താൽ അത് തകർന്ന് വീണുപോയി എന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ആ പീരങ്കി നമ്മളെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ ഉപരി മാർത്താണ്ഡവർമ്മയുടെയും കാർത്തികനാളിൻ്റെയൊക്കെ കാലത്ത് ഉണ്ടായിരുന്ന അവരുടെ പാദങ്ങളൊക്കെ തന്നെ പതിഞ്ഞ ആ മണ്ണും അവർ തൊഴുത ആ അമ്പലവും കളരി ക്ഷേത്രവും കാണാൻ സാധിക്കും. അവിടെ ഒരു അപൂർവ വിഗ്രഹമുണ്ട്. ആ വിഗ്രഹം എന്ന് പറയുന്നത് വീരഭദ്രന്റെയും ഭദ്രകാളിയുടെയും വിഗ്രഹമാണ്. ഇത് വേറെ ഒരിടത്തുമില്ല എന്നാണ് ഇപ്പോൾ ഉള്ള കാരണവരായിട്ടുള്ള മാധവൻ വല്യത്താൻ എന്നോട് പറഞ്ഞത്. ഇത് ദക്ഷയാഗം കഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ശിവൻ ഇങ്ങനെ തൻ്റെ ജഡ നിലത്തേക്ക് അടിക്കുമ്പോൾ വലിച്ചടിക്കും. അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ആളുകളാണ് ഈ വീരഭദ്രനും ഭദ്രകാളി. ഈ വീരഭദ്രന്റെയും ഭദ്രകാളിയുടെയും രൗദ്ര രൂപങ്ങൾ തന്നെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആ കളരി ക്ഷേത്രം നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ മുമ്പിലുള്ള ഒരു കൽവിളക്കുണ്ട്. ഒരു ഏകശിലയിൽ കൊത്തിവെച്ച അത്യപൂർവമായിട്ടുള്ള ഒരു കൽവിളക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പണ്ടൊക്കെ അവിടെ 41 ദിവസത്തെ കടമെഴുത്തും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു, വലിയ കുരുതി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ ചുരുങ്ങി ഏതാണ്ട് 11 ദിവസത്തെ കളമെഴുത്തും പാട്ടും ഒക്കെ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല ഒരുപാട് ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, രേഖകളുണ്ടായിരുന്നു, ഒരുപാട് ചരിത്ര രേഖകളൊക്കെ ഉണ്ടായിരുന്നു. ആ ചരിത്ര രേഖകളൊക്കെ ഏതോ പുസ്തകം എഴുതാൻ, തിരുവിതാംകൂർ ചരിത്രം എഴുതുന്നതിന് വേണ്ടി നമ്മുടെ സ്റ്റാച്യു ആയിട്ട് നിൽക്കുന്ന ദിവാൻ ഉണ്ടല്ലോ, അദ്ദേഹം ഇത് വാങ്ങിച്ചുകൊണ്ട് പോയി എന്നാണ് സർ ടി മാധവരായർ എന്ന് പറയുന്ന ദിവാൻ, സർ ടി മാധവരായർ വാങ്ങിച്ചുകൊണ്ട് പോയി. അങ്ങനെയാണ് ഇവിടെയുള്ള ചരിത്ര രേഖകളൊക്കെ നഷ്ടപ്പെട്ടു പോയത് എന്ന് പറയുന്നു. മാത്രമല്ല ഒരുപാട് ആയുധങ്ങളുണ്ട്, വാള്, വേല്, കുന്തം, അതുപോലെ തോക്ക് തുടങ്ങിയ ആയുധങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം തന്നെ ഈ പിൻഗാമിയായിട്ടുള്ള ഒരു ചപ്പുതമ്പുരാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു വല്യത്താൻ അതെല്ലാം തന്നെ കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഇന്ന് നമുക്ക് മൺകോട്ടയൊന്നും കാണാൻ കഴിയത്തില്ല. ആ മൺകോട്ടയൊക്കെ തകർന്നുപോയി. അതിൻ്റെ സമീപത്താണ് ജനശക്തി സ്കൂളിൻ്റെ സമീപം ആണ്. ജനശക്തി എന്ന് പറയുന്ന ഗംഭീരമായിട്ടൊരു സ്കൂളുണ്ട്. ആ സ്കൂളിന് സമീപമാണ് ഇപ്പോൾ ഇതുള്ളത്. മാത്രമല്ല കിടങ്ങുകളൊന്നും കാണാൻ കഴിയത്തില്ല. ആ കിടങ്ങുകളൊക്കെ തന്നെ കരിപ്പുഴ തോടിൻ്റെ ഭാഗമായിട്ട് ലയിച്ചു തീർന്നു. അങ്ങനെയുള്ള ഈ വട്ടപ്പറമ്പിൽ വല്യത്താന്മാരുടെ പ്രാമാണ്യം, അവരുടെ പ്രാധാന്യം നമ്മൾ തീർച്ചയായിട്ടും ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഓർക്കണം. കായംകുളം രാജാവിൽ നിന്ന് കൂറുമാറി കായംകുളം രാജാവിനെ ശത്രുവായി കണ്ട് വേണാട് സൈന്യത്തോട് ചേർന്ന് കായംകുളം രാജാവിനെതിരായിട്ട് പൊരുതി മരിച്ച ഒരു കുടുംബമാണ്, ഒരു നാട്ടു രാജാവായിരുന്നു ഈ വല്യത്താന്മാർ. ഇങ്ങനെ കുടുംബമൊക്കെ കീരിക്കാട് മാത്രമല്ല, അതോട് അനുബന്ധിച്ച് തന്നെ പല സ്ഥലങ്ങളും അവർ വെട്ടിപ്പിടിച്ച് സ്വന്തമാക്കുകയുണ്ടായി. പുല്ലുകുളങ്ങര, അതുപോലെ തന്നെ കണ്ണമ്പള്ളി ഭാഗം, രാമപുരം, കാഞ്ഞൂര്, ചിങ്ങോലി തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം തന്നെ ഇവരുടേതായി തീർന്നു. എന്തിനാണ്? തറവാട്ടിൻ്റെ ദോഷം അകറ്റാനായിട്ട് കുറേ വേലന്മാരെയൊക്കെ കൊണ്ടുവന്നു. ആ വേലന്മാരെ താമസിപ്പിച്ചിരുന്ന ചിറയുടെ പേരാണ് വേലഞ്ചിറ. ആ വേലഞ്ചിറ എന്ന് പറയുന്ന സ്ഥലം നമുക്ക് ഇന്നും കാണാൻ കഴിയും. നമുക്ക് പുല്ലുകുളങ്ങര കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുല്ലുകുളങ്ങര കഴിഞ്ഞാൽ അടുത്ത ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത് വേലഞ്ചിറ ജംഗ്ഷനാണ്. അവിടെയായിരുന്നു ഈ വേലന്മാർ, ഒരു മന്ത്രവാദികളായിരുന്നു. അവരെയൊക്കെ ഇങ്ങനെ ദൂരദേശത്തു നിന്ന് കൊണ്ടുവന്ന് അവരുടെ കുടുംബങ്ങളെയൊക്കെ താമസിപ്പിച്ചിരുന്ന സ്ഥലമാണ് വേലഞ്ചിറയായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ പ്രബലമായിട്ടുള്ള ഒരു നാടുവാഴിയായിരുന്നു, ഒരു മാടമ്പി ആയിരുന്നു ഈ വട്ടപ്പറമ്പിൽ വല്യത്താന്മാരുടെ കഥ. ഇന്ന് കാണുന്ന ആ കൊട്ടാരവും ഒക്കെ തകർന്നു പോയെങ്കിലും ആ കഥ അവസാനിക്കുന്നില്ല എന്ന് മാത്രം
പറഞ്ഞുകൊണ്ട് നമുക്ക് കാർത്തികപ്പള്ളിയിലേക്ക് കടക്കാം. കാർത്തികപ്പള്ളി ജംഗ്ഷനിൽ തന്നെ കാണാൻ കഴിയുന്ന ഒരു കൊട്ടാരമുണ്ട്. അതിൻ്റെ പേര് കോയിക്കൽ കൊട്ടാരം എന്നാണ്. ഒരു 2 നില കൊട്ടാരമാണ്. പക്ഷെ കംപ്ലീറ്റ് തടിയിലാണ് അത് തീർത്തിരിക്കുന്നത്. കംപ്ലീറ്റ് തടിയിൽ. കാർത്തികപ്പള്ളിയുടെ ഉത്ഭവം അല്ലെങ്കിൽ കാർത്തികപ്പള്ളി പറ്റി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബുദ്ധമത ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഈ പള്ളി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ഈ കാർത്തികപ്പള്ളി, ഇപ്പം വണ്ണാട്ടുകാരയുടെ ഒരു തലസ്ഥാനമാണ് കാർത്തികപ്പള്ളി എന്ന് പറയുന്നത്. എന്താണ് ഈ കാർത്തികപ്പള്ളി എന്നതിനകത്ത്? അത് കാർത്തികേയൻ സുബ്രഹ്മണ്യാണ് കാർത്തികേയന്റെ പള്ളി ക്ഷേത്രമുള്ള സ്ഥലം എന്നാകാം എന്ന് ഒരു ചില പണ്ഡിതന്മാര് അതിന് നിഷ്പത്തി സൂചിപ്പിക്കാറുണ്ട്. അതല്ല, കാർത്തിക തിരുനാൾ മഹാരാജാവ് ഈ കരിപ്പാൽ കൊട്ടാരത്തിൽ താമസിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യമുള്ള സ്ഥലം എന്നുള്ള രീതിയിലുമാകാം ഈ കാർത്തിക പള്ളി ഉണ്ടായത്